ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാത്ത് والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أولئك لهم مغفرة من ربهم أعد الله لهم مغفرة من ربهم وأجرا عظيما أعد الله لهم مغفرة من ربهم വഅജ്റൻ അദീമ. ഈ ആയത്തിനെയാണ് വിശദീകരിച്ചു വന്നത്. 10 ഗുണങ്ങളാണ് അതിൽ പറഞ്ഞത് അല്ലേ, 10 പ്രവണതകൾ. എന്താ ഒന്ന് പറയ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അൽ ഇസ്ലാം, പിന്നെ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഒന്ന് അൽ ഇസ്ലാം, അതാണ് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. പിന്നെ അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഈമാൻ. പിന്നെ വൽ ഖാനിതീന വൽ ഖാനിതാത്ത് അൽ ഖുനൂത്ത്. പിന്നെ വസ്സാദിഖീന വസ്സാദിഖാത്ത് അസ്സിദ്ഖ് അല്ലേ. പിന്നെ വസ്സാബിരീന വസ്സാബിറാത്ത്. പിന്നെ വൽ ഖാശിഈന വൽ ഖാശിആത്ത് അൽ ഖുശൂ. പിന്നെ വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത്. പിന്നെ വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്. പിന്നെ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. 10 ഗുണങ്ങൾ അല്ലേ. ഇസ്ലാം, ഈമാൻ, ഖുനൂത്ത്, സിദ്ഖ്, സബർ, ഖുശൂ, തസദ്ദുഖ്, സൗം. 10 ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ 10 ഗുണങ്ങൾ ഇസ്ലാം കാര്യങ്ങളെല്ലാം പെട്ട്, ഇസ്ലാമിലെ എല്ലാ വിഷയങ്ങളും പെട്ട്. ഇസ്ലാമിൽ വിശ്വാസമുണ്ട്, ഈമാൻ. ഇസ്ലാമിൽ ഇബാദത്തുകളുണ്ട്. ഇസ്ലാമിൽ അഖ്ലാഖ് സ്വഭാവങ്ങളുണ്ട്. ഇസ്ലാമിൽ ആദാബ് മര്യാദകളുണ്ട്. ഇസ്ലാമിൽ സുലൂക്ക് പെരുമാറ്റങ്ങളുണ്ട്. എല്ലാം ഇതിൽപ്പെട്ട്. മുആമലാത്ത് ഇടപാടുകളൊക്കെ ഇതിൽ ഉൾപ്പെട്ട്. ഇസ്ലാമിൻ്റെ ഗുണങ്ങളൊക്കെ പറയാണ്. അതിലാണും പെണ്ണൊക്കെ പരാമർശമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ മുസ്ലിമീന വൽ മുഅ്മിനീന വൽ ഖാനിതീന വസ്സാദിഖീന വസ്സാബിരീന വൽ ഖാശിഈന വൽ മുതസദ്ദിഖീന വസ്സായിമീന വൽ ഹാഫിളീന ഫുറൂജഹും വദ്ദാകിരീന അല്ലാഹ കസീറൻ എന്ന് പറഞ്ഞാൽ അതിൽ പുല്ലിംഗം മാത്രം എടുത്ത് പറഞ്ഞു, എന്തില്ലാതെ സ്ത്രീലിംഗത്തെ ഒഴിവാക്കിയിട്ട്. ഈ ഇപ്പം ഇന്നൽ മുസ്ലിമീന വൽ മുഅ്മിനീന, അതാണ് വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനാത്ത്, അല്ലേ, വൽ ഖാനിതാത്ത്, അതേപോലെ വസ്സാദിഖാത്ത് വസ്സാബിറാത്ത്. ഇതില്ലാതെ പുല്ലിംഗം മാത്രം പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അതിൽ ആരും ഉദ്ദേശമാണ്, അതിൽ സ്ത്രീകളും ഉദ്ദേശമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഇന്നൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമാത്ത് ഉദ്ദേശമാണ്. ഖുറാൻ്റെ ശൈലി അങ്ങനെയാണ് പൊതുവിലെല്ലായിടത്തും. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സ്ത്രീകളെ പ്രത്യേകം പരാമർശിച്ചു. അതെന്തുകൊണ്ട്? സ്ത്രീകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചത് കാരണത്താൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു, അവരുടെ അഭിപ്രായത്തെ മാനിച്ചു, അവരുടെ വികാരത്തെ മുഖവിലക്കെടുത്തു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം. പിന്നെ ഈ
ഗുണങ്ങൾ അല്ലേ? നമ്മൾ പറഞ്ഞ ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഉപരിപ്ലവ കർമ്മങ്ങളാണ്. സാക്ഷ്യവചനം ചൊല്ലുക, 5 വക്ത് നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക, അങ്ങനത്തെ ഉപരിപ്ലവ കർമ്മങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈമാൻ ഖൽബിൻ്റെ അമലുകളാണ് അവിടെ ഉദ്ദേശം. വിശ്വാസകാര്യങ്ങൾ, ഗൈബിലുള്ള വിശ്വാസങ്ങൾ, ഖൽബ് സത്യപ്പെടുത്തുന്ന കാര്യമാണ്. ഈമാൻ കാര്യങ്ങളൊക്കെ കയ്യിൽപ്പെട്ട് മലക്കുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിലെ വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസമൊക്കെ പറഞ്ഞില്ലേ. ഖുനൂത്ത്, എന്താ ഖുനൂത്ത്? ഖുനൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലുസൂമുത്ത, വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിധേയത്വമുള്ളവനായിട്ടുള്ള ജീവിതം, ലുസൂമുത്ത ഖുനൂത്ത്. നമുക്ക് വന്നാണ് ഇതിനു മുമ്പ് വമൻ യഖ്നുതു മിൻകുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വന്നില്ല ഇതിനു മുമ്പ്. സിദ്ഖ്, സിദ്ഖ് എന്താ? സിദ്ഖ് സത്യസന്ധതയാണ്, നിഫാഖില്ലാത്ത ജീവിതം. അത് വാക്കിലും പ്രവൃത്തിയിലൊക്കെയുള്ള സത്യസന്ധത, സിദ്ഖ്. നിഫാഖ് കാപ്പട്ടിയാണ്. നിഫാഖിൽ അള്ളാഹു അല്ലാത്തവരെയാണ് ലക്ഷ്യാക്കുക, സിദ്ഖിൽ അള്ളാഹിനെ മാത്രമാണ് ലക്ഷ്യാക്കുക. ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷ നമ്മുടെ സിദ്ഖിലാണ്, അള്ളാഹിനോടുള്ള സത്യസന്ധതയിലാണ്, കലർപ്പില്ലാത്ത അള്ളാഹിനോടുള്ള പെരുമാറ്റത്തിലാണ് നമ്മുടെ രക്ഷ. ഉംബുറു ഇല ഔസഖി അമാലിക്കും ഉംബുറു ഇല മാ സദഖ്തും ഫീഹി ലാ യുൻജീകും മിൻ ഹാദ ഇല്ല സിദ്ഖ്. സിദ്ഖല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താനില്ലാറില്ലേ? ഏത് വിഷയത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹ്ക്ക് സത്യസന്ധമായി ചെയ്ത അമലുകൾ നോക്കി സിദ്ഖല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്തൂല എന്ന് പറഞ്ഞത് ഗുഹാവാസികളുടെ സംഭവത്തിലാണ്. ഗുഹാവാസികൾ ഗുഹയിലകപ്പെട്ട് ഗുഹാമുഖം മൂടി കല്ല് വന്ന് പതിച്ചല്ലോ. 3 ആളുകളുടെ യാത്രയിൽ പെരുമഴ, കാട്ടിൽ പെരുമഴയാണ്, കാട്ടിലാണ് അവർ. അപ്പോൾ അവർ പറയാണ് നസലൽ മതറു വ അഫൽ അസറു, അഫൽ അസർ, മഴ പെയ്തു, നമ്മളുടെ കാലടികളെ വരെ മഴ മായിച്ച് കളഞ്ഞു. ഇവരാണെങ്കിലോ ഗുഹേൻ്റെ ഉള്ളിൽ ഇരുട്ടിൽ മാനം കാണാൻ കഴിയണില്ല. ഇവർ 3 ആളിൽ 2 പേര് പ്രാർത്ഥിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥിച്ചപ്പോഴാണ് അല്പം ഒന്ന് പാറ മാറിയിട്ട് അവർ മാനം കണ്ടതെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, രാത്രി ഇവർ വഴി പോയി. ആരെങ്കിലും വന്നിട്ട് ഈ ഗുഹയിൽ ആളകപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കാലടിയല്ലേ നോക്കുക, ആ കാലടി പോലും മഴവെള്ളം മായിച്ച് കളഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അവർ പറയാണ് ഗുഹൻ്റെ ഉള്ളിൽ നിന്നിട്ട് ലാ യുൻജീകും ഇല്ലൽ സിദ്ഖ്, നമ്മളെ സിദ്ഖെ രക്ഷപ്പെടുത്താനുള്ള. അതുകൊണ്ട് എല്ലാവരോടും അമലി എപ്പോഴാണ് ഓരോരുത്തർ ദുആ ചെയ്തത്? ഒരാൾ മാതാപിതാക്കളെ നോക്കുന്ന വിഷയം, ഒരാൾ കൂലിക്കാർക്ക് കൂലി കൃത്യമായി നൽകിയ വിഷയം, വേറൊരാൾ തൻ്റെ പാതിവൃത്യം കാത്ത് സംരക്ഷിച്ച വിഷയം ഒക്കെ പറഞ്ഞ് ദുആ ചെയ്ത സമയം സിദ്ഖ്. അതേപോലെ സബർ, ക്ഷമ. എല്ലാ വിഷയങ്ങളിലും കൽപ്പന ചെയ്യുന്ന വിഷയത്തിൽ സബർ വേണം, വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സബർ വേണം. മുസീബത്തുകൾ ഏൽക്കുമ്പോൾ സബർ വേണം. പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളൊക്കെ മുസീബത്തായി വരുമ്പോൾ, ചരിത്രത്തിൽ അസ്മ റളിയല്ലാഹു തആല അൻഹാ, അസ്മ ബിൻത് അബീ ബക്കർ, അബൂബക്കറിൻ്റെ മകൾ അസ്മ, അത് അവരുടെ മകനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ മക്കത്തെ ഹറമിൽ വെച്ച് കൊന്നിട്ട് മസ്ജിദിൻ്റെ ഒരു ഭാഗത്ത് ക്രൂശീകരിച്ചു. അന്നത്തെ രാഷ്ട്രീയ ഫിത്നകൾ അങ്ങനെ കൊടുമ്പിരി കൊണ്ടതായി, അങ്ങനെ ക്രൂശീകരിക്കപ്പെട്ടു. അസ്മ റളിയല്ലാഹു തആല അൻഹാക്ക് വയസ്സായവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്. അവർ മസ്ജിദിലുണ്ട്, മകനെ കാണാൻ വേണ്ടി വന്ന മകനാണെങ്കിലോ ഈ അവസ്ഥയിലാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അസ്മയോട് ചെന്നിട്ട് പറയാണ്, ഇന്നമ ഹാദിഹിൽ അജ്സാദു ലൈസ ബിശൈഇൻ വ ഇന്നമൽ അർവാഹു ഇൻദല്ലാഹ്. അവരെ എന്നിട്ട് പറയാണ്, ജസദുകളൊന്നുമല്ല, ബോഡി
ഒന്നുമല്ല, അർവാഹ് ആത്മാവാണ് പ്രധാനം. ആത്മാവ് അള്ളാൻ്റെ അടുക്കലെത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. എന്തിനാ പറയുന്നത്? അതുകൊണ്ട് ഇത്തഖില്ല വഅലൈക്കി ബിസ്സബ്ർ. അസ്മാനോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായിട്ട് ക്ഷമ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്, സബർ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത് അസ്മയോട്. കാരണം എന്താ? അവർ മകനെ കാണാൻ വേണ്ടി പോവുകയാണ്. മകൻ എവിടെയുള്ളത്? മകന് മസ്ജിദിൻ്റെ ഒരു ഓരത്ത് ക്രൂശീകരിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ട് ക്രൂശീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇബ്നു ഉമർ പറയുന്നത്, ശരീരം നോക്കണ്ട, ശരീരത്തിന് ഇനി എന്ത് കേട് പറ്റിയിട്ടുണ്ടെങ്കിലും അത് പ്രശ്നമല്ല. ജസദ് ലൈസ ബിഷയ് അല്ല അർവാഹ്, ആത്മാക്കളാണ് പ്രധാനം. ആത്മാവ് എന്തല്ല അള്ളാൻ്റെ അടുക്കലാണ് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അസ്മർ പറയാണ്, ഞാൻ എന്താണ് വകൈഫല അസ്ബിർ, ഞാൻ എങ്ങനെ ക്ഷമിക്കാതിരിക്കും? വഖദ് ഉഹ്ദിയ റഅ്സു യഹ്യ ബിൻ സക്കരിയ ബഗയ മിൻ ബഗായ ബനി ഇസ്രായേൽ. ഞാനെങ്ങനെ ക്ഷമിക്കാതിരിക്കും? സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ യഹ്യ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ തലയാണ് ഒരു താലത്തിൽ ഇസ്രായേലിലെ ഒരു വേശ്യയ്ക്ക് സമർപ്പിച്ചത്. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു താലത്തിൽ വെച്ചിട്ട് അതൊരു വേശ്യയ്ക്ക് സമർപ്പിച്ചു എന്നാണ്. യഹ്യ ആരാ? എത്ര വിശേഷണങ്ങളുള്ള നബിയാണ്. ആ നബിയെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ശിരസ്സാണ് മുറിച്ച് കൊത്തിയിട്ട് ഒരു വേശ്യയ്ക്ക് സമർപ്പിച്ചത്. അത്ര മുസീബത്തേറ്റു ആര്? നബിയായിട്ട് പോലും യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൻ ഉള്ള വിഷയത്തിൽ ഞാൻ എങ്ങനെ സബർ ക്ഷമിക്കാതിരിക്കും എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് അസ്മാ റളിയല്ലാഹു തആല പറഞ്ഞു എന്നാണ്. അങ്ങനെ അസ്മാ റളിയല്ലാഹു തആല മകൻ്റെ അടുത്തേക്ക് ചെന്ന്, കണ്ണിന് കാഴ്ചയല്ല, ഉമ്മാക്ക് കണ്ണിന് കാഴ്ചയല്ല, പിന്നെ ഉമ്മ കാണുന്നത് എങ്ങനെ? മകനെ തപ്പുകയാണ്. ഈ മഹദി ആരാ? ഈ കാലങ്ങളിലെ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ല, പിന്നെയോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മ. ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽ അവർക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന് പേര് വരാൻ കാരണം എന്താ? ദാത്തുൻ നിതാഖൈൻ എന്ന് പേര് വരാൻ കാരണം ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഹിജ്റയിൽ. അപ്പോൾ അന്നാൾ നോക്കി അവരുടെ സേവനം. അപ്പോൾ ആ മഹദിയാണ്. അവർ കുറേ കാലം ജീവിച്ചു, കണ്ണിൻ്റെ കാഴ്ച പോയി. അങ്ങനെ മകനെ ചെന്നിങ്ങനെ തപ്പി അനുഭവിക്കുകയാണ് അവരിങ്ങനെ മകനെ. എന്നിട്ട് അവർ പറയാണ്, അമ ആനലി ഹാദൽ ഫാരിസി അയ്യ തറജ്ജൽ, ഈ ഫാരിസിന് പിന്നെ യാത്ര പോകാൻ സമയമായില്ലേ? അതാണ്, അതായത് മരണത്തേരിലേറിയിട്ട് യാത്രയാകാൻ ടൈമായില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചൊക്കെ ചരിത്രത്തിൽ വായിക്കാം. അതവിടെ ഇബ്നു ഉമർ അവരെ ആശ്വസിപ്പിച്ചത്. പിന്നെ ശരീരം നോക്കണ്ട, ശരീരമല്ല പ്രധാന, ആത്മാവാണ്. ആത്മാവ് അള്ളാൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കും എന്ന് പറയണം. അപ്പോൾ അവർ പറഞ്ഞാണത് അതിനെ പ്രതികരിച്ച്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അന്ന് വലിയ ഒരു ഫിത്നയുടെ കാലമാണത്. തയ്യബ് അൽ ഖുശൂ നമുക്ക് പിന്നെ ഇതിനു മുമ്പ് വന്ന അല്ലേ? എന്താ ഖുശൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പിന്നെ അത് അടക്കമാണ്, ഒതുക്കമാണ്. ഖുശൂവിൻ്റെ സ്ഥാനം എന്താണ്? ഖൽബാണ്. ഖൽബ് മാത്രമല്ല ഖുശൂവിന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പിന്നെ എപ്പോഴും നമുക്ക് അടക്കണ്ടാവണം, ഒതുക്കണ്ടായിരിക്കണം. ഖൽബിൽ ഭക്തി വേണം, ഖൽബിലും ഭക്തി വേണം. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ഉണ്ടല്ലോ ഖുശൂ വേണമെങ്കിൽ ഈ ഹറക്കത്തുണ്ടല്ലോ, ചലനം, ഹറക്കത്തുണ്ടായാൽ ഖുശൂ ഉണ്ടാവില്ല. നിസ്കാരത്തിൽ അധികരിച്ച ചലനങ്ങൾ അത് നിസ്കാരത്തിൽ ഖുശൂഇനെ ഹനിക്കും. റുക്കൂലൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ലക റകഅതു, പറഞ്ഞേ, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഇ വബസരി വമുഖി വഅദ്മി വഅസബി. ഖശഅ ലക ഉണ്ടാ അവിടെ ഈ പ്രയോഗമാണ്. ഖശഅ ലക സമഇ വബസരി വമുഖി വഅദ്മി വഅസബി. റുക്കൂയിലെ ദുആകളിൽ പ്രധാനപ്പെട്ടൊരു ദുആയാണത്.
അള്ളാഹിനോട് പറയണം, അല്ലാഹുമ്മ ലക്ക അസ്ലംതു, അള്ളാഹുവേ നിനക്ക് ഞാൻ സമർപ്പിച്ചു, വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചു, അല്ലാഹുമ്മ ലക്ക റകഅതു, അള്ളാഹുവേ ഞാൻ നിനക്ക് റുകൂ ചെയ്തു, വലക്ക അസ്ലംതു, ഞാൻ നിനക്ക് സമർപ്പിച്ചു, വബിക ആമൻതു, ഞാൻ നിന്നെ വിശ്വസിച്ച് അംഗീകരിച്ചു. എന്നിട്ട് പറയണം ഖശഅലക, നിനക്ക് ഖുശൂഇലായിരിക്കുന്നു, ഭവ്യമായിരിക്കുന്നു, സമഇ എൻ്റെ കാത്, വബസരി എൻ്റെ കാഴ്ച ദൃഷ്ടി, വമുഖി എൻ്റെ തലച്ചോറ്, വഅദ്മി എൻ്റെ അസ്ഥികൾ എല്ലുകൾ, വഅസബി എൻ്റെ പേശികൾ അല്ല. അപ്പോൾ ഇവിടെ നോക്കി ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ അറിയിക്കുന്നത്? അടക്കമാണ്, ഒതുക്കമാണ്, കീഴ്പ്പെടലാണ്. ആ കീഴ്പ്പെടൽ കൽബ് മാത്രമല്ല, ആന്തരികമായിട്ട് നമ്മുടെ ഹൃദയം മാത്രമല്ല, പിന്നെയോ നമ്മുടെ ശരീരാവയവങ്ങൾ മുഴുവൻ ഖുശൂഇൽ ഭാഗവാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ നിസ്കാരത്തിൽ പാറിത്തെറിച്ചുകൊണ്ട് നിസ്കരിക്കണവനുണ്ടല്ലോ, ഖുശൂ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ദൃഷ്ടി നിസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കണോ, മനസ്സിലായില്ലേ? ഈ ടേബിൾ ഫാൻ്റെ അരി ഇങ്ങനെ നിസ്കാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കണം, അവനക്ക് ഖുശൂ ഉണ്ടാവില്ല. ഒരാൾ അള്ളാഹുവിന് മുമ്പിൽ ഭവ്യമാണെന്നുള്ളതിന് തെളിവാണ് അവൻ്റെ ദൃഷ്ടി എവിടേക്കായിരിക്കും? താഴത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുശ്ശഅൻ അബ്സാറുഹും, അവരുടെ ദൃഷ്ടികൾ ഖുശൂഇലായിരിക്കും എന്ന് പറയുന്നത്, മനസ്സിലായി? ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, ഖാശിഅതൻ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല ദാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ. അവിടെ ഖാശിഅതൻ അബ്സാറും, അവരുടെ ദൃഷ്ടികൾ ഖുശൂഇലാണ്, നമ്രമാണ്, ഇങ്ങനെ മാനത്തേക്കല്ല, പിന്നെയോ അവരുടെ ദൃഷ്ടി താഴത്തേക്കാണ്. അവിടെ അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ ദൃഷ്ടി താഴത്തേക്കാണത്? പരലോകത്ത് പിന്നെ അവർക്ക് പിന്നെ നിഗളിക്കാനും അഹങ്കരിക്കാനും ഒരു വകുപ്പില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് വിധേയരായിട്ടാണ് ദൃഷ്ടി താഴത്തേക്കാണത്. അതിന് മനസ്സിലാകാം ഒരാൾ ഖുശൂ ഉണ്ടോ അവൻ്റെ ദൃഷ്ടി എവിടേക്കായിരിക്കും? താഴത്തേക്കായിരിക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഖുശൂ ഉള്ള ആണുങ്ങൾ, ഖുശൂ ഉള്ള സ്ത്രീകൾ, അവർ എന്താ അവരുടെ പ്രത്യേകത? അവരുടെ അകവും പുറവും അള്ളാഹ്ക്ക് വഴിപ്പെട്ട്, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ഭവ്യമായി കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അവർ നിസ്കരിക്കുകയാണെങ്കിൽ മാനത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൂല. അവർ നിസ്കരിക്കുകയാണെങ്കിൽ ഈ അധികരിച്ച ചലനങ്ങൾ അനാവശ്യമായി അതുണ്ടാവില്ല. കണ്ണടീനെ ഉറങ്ങിയിട്ടല്ല, പിന്നെ കണ്ണിമ്മാൻ പാടില്ല, നിസ്കാരത്തിൽ കണ്ണിമ്മാൻ പാടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മളെ മുന്നിൽ നമ്മളെ പിന്നെ പ്രയാസപ്പെടുത്തുന്ന നിസ്കാരത്തിൻ്റെ ഭക്തിയൊക്കെ എടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലാതെ കണ്ണിമ്മാൻ പാടുള്ളതല്ല. അത് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാണ് വേണ്ടത്, കണ്ണ് തുറന്ന്. ഏതായാലും ഈ ഖുശൂവിൻ്റെ വിഷയമാണ് എല്ലാ പിന്നെ ശരീരാവയവങ്ങളിലും ഖുശൂ. പിന്നെ തസദ്ദുഖ് എന്തിനാണ് അറിയിക്കുന്നത്? തസദ്ദുഖ് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനധർമ്മങ്ങളെയാണ് അറിയിക്കുന്നത്. ദാനധർമ്മങ്ങൾ അലൈക്കും സലാം. അതിൽ പിന്നെ നിർബന്ധവും ഐച്ഛികവുമായ എല്ലാ ദാനധർമ്മങ്ങളും പെട്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതൊക്കെ വിശദീകരിച്ചു. പിന്നെ നോമ്പ്, സുന്നത്ത് നോമ്പുകൾ പെട്ടു, നിർബന്ധ നോമ്പുകൾ പെട്ടു. പിന്നെ ഹിഫ്ദുൽ ഫുറൂജ്, ഫർജുകൾ പരിശുദ്ധിയിൽ സൂക്ഷിക്കൽ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുന്ന വിഷയമാണ് പറഞ്ഞത്. പിന്നെ വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ദിക്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിർ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. സൂറത്ത് ജുമുഅന്റെ അവസാനത്തിൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്. പിന്നെന്താണ്? വദ്കുറുല്ലാഹ കസീറൻ. ദിക്റിനുള്ള കൽപ്പന വരുമ്പോഴൊക്കെ അങ്ങനെ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല.
ഇവിടെ വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ദിക്ർ എളുപ്പത്തിൽ പ്രാപ്യമായിട്ടുള്ള കാര്യമാണ്, എളുപ്പത്തിൽ ഒരാൾക്ക് സാധ്യമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞ് ധാരാളമാക്കാൻ. സബഖൽ മുഫ്രിദൂൻ അല്ലെങ്കിൽ സബഖൽ മുഫർരിദൂൻ, നിസ്ലാസൽ തങ്ങൾ മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു യാത്രയിൽ ജുംദാൻ എന്ന് പറയുന്ന മല നിസ്ലാസൽ തങ്ങൾ തന്നെ മുന്നിൽ കണ്ടു. ജുംദാൻ എന്ന് പറഞ്ഞെങ്കിൽ ഹുദൈബിയയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു മലയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴിയെ സഹാബികളെയും കൊണ്ട് പോകുന്നപ്പോൾ ആ മല ചൂണ്ടിയിട്ട് പറയുന്നത് ഹാദാ ജുംദാൻ, ഇത് ജുംദാൻ മലയാണ്. എന്നിട്ട് റസൂൽ സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഹുദൈബിയയിലേക്കുള്ള യാത്രയാണത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രയോഗം. ഹുദൈബിയ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെയും കൊണ്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വന്നു മക്കയിലേക്ക്. ഹുദൈബിയ സന്ധിൻ്റെ സമയമുണ്ടല്ലോ. പക്ഷേ മക്കയോടടുക്കാത്ത നേരത്താണ് ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന അദ്ദേഹം ശത്രുപക്ഷത്താണ് 200 അശ്വഭടന്മാരെയും കൊണ്ട് വഴിയിൽ ഒളിഞ്ഞ് വഴി ബ്ലോക്കാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് ഇനി മക്കയിലേക്ക് പ്രവേശിക്കാൻ വയ്യ. അപ്പം എന്ത് ചെയ്യണം? ഇനി അവരെയും കൊണ്ട് വളഞ്ഞ് കയറണം. ആ വളഞ്ഞ് കയറുന്ന വഴിയുണ്ടല്ലോ, അത് ഭയങ്കര ദുർഘട. സനിയത്തുൽ മുറാർ എന്നാണ് പറയുക. സനിയത്തുൽ മുറാർ അത് താണ്ടി കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് ഇസ്ലാസൽ മതങ്ങൾ പറഞ്ഞത് സനിയത്തുൽ മുറാറിന് ആരെങ്കിലും താണ്ടി കിടക്കുകയാണ് എങ്കിൽ ഇസ്രായേലിയർക്ക് പുറത്തു കൊടുക്കപ്പെട്ട അത്ര പുറത്തു കൊടുക്കപ്പെടുന്ന അറിയണം. ഇസ്രായേലിയർക്ക് അള്ളാഹു എത്ര പുറത്തോ, ഇസ്രായേലിയർ വലിയൊരു ജനവിഭാഗമല്ലേ, 6 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് പുറത്തു കൊടുത്തത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ആർക്ക്? ഈ സനിയത്തുൽ മുറാറിനെ താണ്ടി കിടക്കുന്നവർക്ക് എന്ന് പറയുന്നത്. കാരണം ഹുദൈബിയൻ്റെ ഭാഗത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സനിയത്തുൽ മുറാർ എന്ന് പറയുന്ന മലയിടുക്കിനെ താണ്ടണം. ആ മലയിടുക്ക് ഭയങ്കര ദുർഘട. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഈ 1400 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ അസ്ഫാൻ്റെ ഭാഗമാണ്. ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ സനിയത്തുൽ മുറാറിനെ താണ്ടുമ്പോഴാണ് ജുംദാൻ മല ദൃഷ്ടിയിൽപ്പെടുന്നത്. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത് ഹാദാ ജുംദാൻ സബഖൽ മുഫർരിദൂൻ, ഇതാ ജുംദാൻ മല, മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. എന്താ മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു? അപ്പോൾ ചോദിക്കാണ് വമൽ മുഫർരിദൂൻ, ആരാണ്, എന്താണ് ഈ മുഫർരിദൂൻ? അപ്പോൾ റസൂലുള്ള പറയണം അദ്ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇവർ ദിക്റെടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇത് താണ്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ദിക്റിൻ്റെ അനിവാര്യതയാണ് ഈ ഒരു സാഹസം അതിന്. അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. എന്തായാലും എല്ലാ സന്ദർഭങ്ങളിലും ഒരിക്കൽ ചോദ്യം ഏറ്റവും കൂലി കിട്ടുന്ന ജിഹാദ് ഏതാണ്? അയ്യുൽ ജിഹാദി അക്സറു അജറൻ അല്ലെങ്കിൽ അളമു അജറൻ, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ജിഹാദ് ഏതാണ്? അതേപോലെ തന്നെ അയ്യു സിയാമി അക്സറു അജറൻ, ഏറ്റവും കൂടുതൽ കിട്ടുന്ന നോമ്പ് ഏതാണ്? പിന്നെ സദക്കയെക്കുറിച്ച് പറഞ്ഞു അയ്യു സദക്കത്തി അക്സറു അജറൻ. പിന്നെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു അയ്യു സലാത്തി അക്സറു അജറൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോടൊക്കെ പ്രതികരിച്ചത് അക്സറുഹും ലില്ലാഹി ദിക്റ എന്നാണ്. അക്സറുഹും ലില്ലാഹി ദിക്റ, അള്ളാഹ്ക്ക് കൂടുതൽ ദിക്ർ എടുത്തിട്ട് ജിഹാദ് ചെയ്യുന്നവർ, അള്ളാഹ്ക്ക് കൂടുതൽ ദിക്റെടുത്ത് നോമ്പെടുക്കുന്നവർ, അള്ളാഹ്ക്ക് കൂടുതൽ ദിക്റെടുത്ത് സദഖ ചെയ്യുന്നവർ, അള്ളാഹ്ക്ക് കൂടുതൽ ദിക്റെടുത്ത് ഹജ്ജ് ചെയ്യുന്നവർ ഒക്കെ ഹദീസിൻ്റെ പല നിവേദനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കൂടുതൽ ദിക്റിൽ നിസ്കരിക്കുന്നവർ എന്നൊക്കെ പറയണ്ടായി. അക്സറുഹും ലില്ലാഹി ദിക്റ, ഇവരാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ജിഹാദ് ചെയ്യുന്നവർ, നോമ്പെടുക്കുന്നവർ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലാ കുല്ലി ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം അത് വലിയൊരു മെയ്യനക്കമോ അല്ലെങ്കിൽ വലിയൊരു സാഹസമോ അല്ലാതെ എളുപ്പത്തിൽ നേടാവുന്ന വിഷയമാണെന്ത്? ദിക്റിൻ്റെ വിഷയം. പ്രത്യേകിച്ച് ദിക്റുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഏതൊരു സമയത്തും ദിക്ർ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ല, നിന്റെ നാവ് എപ്പോഴും ദിക്റിനാൽ നനഞ്ഞിരിക്കണം എന്ന്, എപ്പോഴും ദിക്ർ ചെല്ലണം. പിന്നെ പ്രത്യേകം ദിക്ർ പഠിപ്പിക്കപ്പെട്ട സമയങ്ങൾ, പ്രത്യേക ദിക്ർ, രാവിലെ ദിക്ർ ചെല്ലാൻ, വൈകുന്നേരം ദിക്റുകൾ, പ്രത്യേക ദിക്റുകളില്ലേ, രാവിലെ ഒരു പ്രാവശ്യം ചെല്ലേണ്ട ദിക്റുകളുണ്ട്,
3 പ്രാവശ്യം ചെല്ലേണ്ട ദിക്റുകളുണ്ട്, 4 പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട്, 7 പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട്, 10 പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട്, 100 പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചെല്ലണം, നിത്യാക്കണം. അപ്പോഴാണ് നമ്മൾ വദാക്കിരീൻ അല്ലാഹ കസീറൻ വദാക്കിറാത്ത് ആ ഗണത്തിൽ പെടുള്ളൂ. പല ആളുകളും ദിക്റിൻ്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയില്ല. രാവിലെ ചെല്ലേണ്ട ദിക്ർ എല്ലിങ്ങനെ വെച്ചോക്ക്, ചില ചെല്ലിയിട്ടുണ്ടാവില്ല. വൈകുന്നേരം ചെല്ലേണ്ട ചെല്ലിയിട്ടുണ്ടാവില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ മൊബൈൽ വന്നത് കാരണത്താൽ നമുക്ക് ഈ കോപ്പി പേസ്റ്റ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലോകത്തായി. അല്ലാഹു മുസ്തആൻ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഅദ്ദ ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ, ഇവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ഒരുക്കിയിരിക്കുന്നു, വലിയ പ്രതിഫലവും ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചു പോയത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്ന ഈ 10 വിശേഷണങ്ങളിലൂടെ നമ്മൾ പഠിച്ചു പോയി. ഞാൻ അതിൻ്റെ ഒരു അനുബന്ധം ഒന്ന് ഉണർത്തി എന്ന് മാത്രം. നമ്മുടെ ഇന്നത്തെ വചനം വേറെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം ആണ്. അത് وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. وما كان لمؤمن, وما كان وما ينبغي وما يصح. وما كان لمؤمن, ഒരു മുഅ്മിനിനും സംഗതമല്ല, ആകാവതല്ല, സംഗതമല്ല. വമാ കാന ലിമുഅ്മിനിൻ, മുഅ്മിൻ വിശ്വാസി, മുഅ്മിനിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊരു മുഅ്മിനിനും ആകാവതല്ല. വല മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനത്തിനും ആകാവതല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വല്ല കാര്യവും, അംറൻ ഇദാ ഖദ വിധിച്ചാൽ, തീരുമാനിച്ചാൽ, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കൽപ്പന, രണ്ടും പറയാം. അംറൻ എന്ന് പറഞ്ഞാൽ അമ്രുൻ എന്നതിൻ്റെ ബഹുവചനം ഉമൂർ വരും. അമ്ര ഉമൂർ, കാര്യങ്ങൾ. അമ്രിൻ്റെ ബഹുവചനം അവാമിർ വരും, കൽപ്പനകൾ. അപ്പോൾ ഒരു കൽപ്പന, ഒരു കാര്യം അള്ളാഹു വിധിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചു. അങ്ങനെ ആയാൽ ഒരു മുഅ്മിനിനും ഒരു മുഅ്മിനത്തിനും ആകാവതല്ല, സംഗതമല്ല. അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അൻ യകൂന ലഹും അവർക്ക് ഉണ്ടാകുക എന്നത്, എന്തുണ്ടാകുക എന്നത്, അൽ ഖിയറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഖ്തിയാർ, അൽ ഖിയർ എന്ന് പറഞ്ഞെങ്കിൽ അൽ ഇഖ്തിയാർ, അൽ ഖിയാർ അല്ലെങ്കിൽ അൽ ഇഖ്തിയാർ. എന്താ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, ഖിയാർ തെരഞ്ഞെടുപ്പ്. തീറത്ത് എന്നൊക്കെ പറയില്ലേ, അത്തീറത്ത് ശകുനം എന്നുള്ളതിന്, അതേപോലെ ഒരു പ്രയോഗമാണ് അൽ ഖീറത്ത്. ഉദ്ദേശം അൽ ഖിയാർ, അൽ ഇഖ്തിയാർ. വമാ കാന ലഹുമുൽ ഖിയറ എന്ന് പറയല്ലേ, വമാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് ഖിയറത്തുണ്ടാകുക എന്നത്, മിൻ അംരിഹിം അവരുടെ കാര്യത്തിൽ, മിൻ എന്ന് പറഞ്ഞാൽ ചിലത്, അവരുടെ കാര്യങ്ങളിൽ ചിലതിൽ. എന്താ ഈ പറഞ്ഞത്? അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം വിധിച്ച് തീരുമാനിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ഖിയറത്ത് ഉണ്ടാകുക എന്നുള്ളത് മക്കാൻ, അവർക്ക് സംഗതമല്ല, പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്താ വിഷയം ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. ഈ ആയത്ത് ഇറങ്ങുന്നത് ഒന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിലാണ്,
മറ്റൊന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ അബ്ദുള്ള എന്നിവരുടെ വിഷയത്തിലാണ്. ഇവർ രണ്ടുപേരും ജഹ്ഷിൻ്റെ മക്കളാണ്. ജഹ്ഷ്, സൈനബ് ബിന്ത് ജഹ്ഷ്, അബ്ദുള്ള ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുൽ ജമീഅ. സൈനബ് ബിന്ത് ജഹ്ഷ് ഇബ്നു റിയാബ് അൽ അസദിയാണ്. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഇബ്നു റിയാബ് അൽ അസദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തു മകൻ സെയ്ദ് ബിൻ ഹാരിസ. സെയ്ദ് ബിൻ ഹാരിസ അദ്ദേഹം മൗലയാണ്, നമുക്കറിയാം. സെയ്ദ് ബിൻ ഹാരിസ അടുത്ത ആയത്തിൽ ഇതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സെയ്ദിൻ്റെ ചരിത്രം കൂടുതൽ വരും. ഈ സെയ്ദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ കല്യാണം അന്വേഷിച്ച് ഖിത്ബത്ത് വിവാഹാന്വേഷണം നടത്തി. സൈനബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാ ബന്ധത്തിൽ ഏളാന്ന് റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബ് അല്ലേ. ഈ അബ്ദുള്ളൻ്റെ പെങ്ങൾ ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബ്. ഉമൈമയുടെ മകളാണ് ആര്? സൈനബ്. അബ്ദുള്ളൻ്റെ മകനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ എങ്ങനെ ആയിരിക്കും? റസൂലുള്ളാഹിൻ്റെ ആരാണ്? അമ്മായിൻ്റെ മകൾ, പാപ്പാൻ്റെ പെങ്ങളെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാൻ്റെ പെങ്ങൾ ഉമൈമത്ത് എന്നവരുടെ മകളാണ് സൈനബ്. അപ്പോൾ റസൂലുള്ളാഹിയും സൈനബും ആങ്ങളിയും പെങ്ങളും മക്കളാണ്. മനസ്സിലാണ്ടോ? ആങ്ങളിയും പെങ്ങളും മക്കളാണ്. സൈനബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പം മുതലേ അറിയും. സൈനബിന് സെയ്ദിനെ കല്യാണം അന്വേഷിച്ച്. സെയ്ദ് ആരാണ്? സെയ്ദ് മൗലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലൊരു മൗലയാണ്. അദ്ദേഹം സൂഖിൽ നിന്ന് അടിമയായി വാങ്ങിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ബന്ധു സഹോദരപുത്രൻ ഹക്കീം ബിൻ ഹിസാം എന്നിവരാണ് വാങ്ങിയത്. എന്നിട്ട് ഖദീജക്ക് കൊടുത്തു. ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മായിട്ടുള്ള വിവാഹത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെയ്ദിനെ സമ്മാനിച്ചു. പിന്നെ സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലായിരുന്നു. എൻ്റെ ചരിത്രം അടുത്ത ആയത്തിൽ അത് വിശദമായിട്ട് വരും. ഏതായാലും ഈ സെയ്ദിന് സൈനബിനെ കല്യാണം അന്വേഷിച്ച് സെയ്ദ് ഒരു മൗലയാണ്, അടിമയാണ്. സൈനബ് അവർ ഖുറൈശി കുടുംബത്തിലല്ലേ, മെമ്പറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഉമൈമ എന്നവരുടെ അവരുടെ മകളാണ്. ഉമൈമ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവില്ല. റസൂലുള്ളാഹിൻ്റെ അമ്മായിമാരിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് ഉറപ്പുള്ളത് ആരാണ്? റസൂലുള്ളാഹിൻ്റെ അമ്മായിമാരിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഉറപ്പുള്ളത് സഫിയ റളിയല്ലാഹു തആല അൻഹ. സഫിയ, ആത്തിക എന്നിവർ ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആത്തിക ബിന്ത് അബ്ദുൽ മുത്തലിബ് അവരാണ് ബദർ യുദ്ധത്തിൽ തൊട്ടുമുമ്പ് സ്വപ്നം കണ്ട ചരിത്രമൊക്കെ. ആത്തിക അവർ ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളതിൽ ചരിത്രത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ചരിത്രം വായിക്കുമ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് ചായുന്നൊരു വിഷയം. പക്ഷേ സഫിയ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഉമൈമ ഇവരൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉമൈമ, അതേപോലെ തന്നെ ഉമ്മു ഹക്കീം, ബൈദ, പിന്നെ ബറ റസൂലുള്ളാഹിൻ്റെ അമ്മായിമാരിൽപ്പെട്ടവരാണ്. ഏതായാലും ഈ സൈനബിനെ കല്യാണം അന്വേഷിച്ചപ്പോൾ മൗലയാണ്. അപ്പോൾ സൈനബും അബ്ദുള്ള ഇബ്നു ജഹ്ഷും ആങ്ങളും പെങ്ങളും ഒരുപോലെ അതിനെ എതിർത്ത്. സെയ്ദൊരു മൗലയാണ്, പിന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ളത് അവർ തറപ്പിച്ച് പറഞ്ഞു. എങ്ങനെ ഒരു മൗലയെ കല്യാണം കഴിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കൊരു മൗലയെയാണോ പിന്നെ അന്വേഷണം കൊണ്ടുവന്നത് എന്നാണ് അവരുടെ പ്രതികരണം വന്നത്. മനസ്സിലായോ? അപ്പോൾ ആയത്തിറങ്ങിയത് ആ വിഷയത്തിൽ ഇവരെ വിമർശിച്ചുകൊണ്ട് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ കണ്ടോ, മുഅ്മിനത്ത് അവർ ഉണ്ടല്ലോ. ഇത് പിന്നെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർക്ക് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീക്ക്. ആരും പുരുഷനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് സ്ത്രീ സമ്മതിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇവിടെ ജീവിച്ച കാലത്ത് വാപ്പ ഭർത്താവിനെ കൊണ്ടുവന്ന് പെണ്ണിന് സമ്മതമല്ലായിരുന്നു.
നബ്സലാസ്ലമ തങ്ങളോട് ചെന്നിട്ട് സങ്കടപ്പെട്ട്, റസൂലെ എൻ്റെ വാപ്പ എനിക്കൊരു കല്യാണം കൊണ്ടുവന്ന് എനിക്കതിന് യോജിപ്പില്ല. അപ്പോൾ വാപ്പാനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിയോജിപ്പ് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പാടില്ല എന്ന് റസൂൽ വിലക്കി. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നബ്സലാസ്ലമ തങ്ങൾ സമ്മതിച്ചു. അങ്ങനെയുള്ള കേസാണത് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകെ വാപ്പാനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമല്ല, ഉമ്മാനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമല്ല, ആങ്ങളാരെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമല്ല, മക്കളെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമല്ല. അതൊക്കെ പടച്ചോൻ നൽകിയത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ ദുനിയാവിൽ അള്ളാഹു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയത് ആരുടെ വിഷയത്തിലാണ്? ഒരാണിന് പെണ്ണിനെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലും പെണ്ണിന് ആണിനെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണ്. അതിൽ സ്വാതന്ത്ര്യം കൊടുത്ത്. അപ്പോൾ അതിന് എന്താ മനസ്സിലാണ് അല്ലേ? നമ്മളെ വാപ്പനെ നമ്മളെ അമ്മനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്താൽ അല്ല, അത് പടച്ചോൻ തന്നതാണ്. നമ്മളുടെ മക്കളെ നമ്മൾ തിരഞ്ഞെടുത്താൽ പടച്ചോൻ തന്നതാണ്. സഹോദരങ്ങൾ സഹോദരികൾ വരൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചതാണ്. നമ്മളതിന് വിധേയരാണ്. പക്ഷേ ഒരു പെണ്ണിന് ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിൽ, ഒരു ആണിന് പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നതിന് അള്ളാഹു സ്വാതന്ത്ര്യം നൽകി. പോയി നോക്കി ഇഷ്ടപ്പെട്ട് കണ്ട് പറ്റിയാൽ ഓക്കെ, അങ്ങനെയല്ലേ? അപ്പോൾ അതാണ് കേസ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആലോചന കൊണ്ടുവന്നപ്പോൾ രണ്ടാളും എതിർക്കാൻ കാരണം അന്നത്തെ സാമൂഹിക ചുറ്റുപാടാണ്. അതുകൊണ്ട് തന്നെ ഒരു മൗലയാണ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് കൊണ്ടുവന്നത് പറഞ്ഞിട്ട് അവരുടെ അവിയോജിപ്പ് പ്രകടിപ്പിച്ച്. അപ്പോൾ ആ വിഷയത്തിൽ ആയത്തിറങ്ങിയതാണ് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹു എന്ന റസൂലും ഒരു കാര്യം വിധിച്ചാൽ പിന്നെ ഒരു വിശ്വാസിക്കും തങ്ങളുടെ കാര്യങ്ങളിൽ ചിലതിൽ ഖിയറത്ത് ഉണ്ടാകുക എന്നത് മാഖാൻ മയമ്പകി സംഗതല്ല, ഒമയസിഹ് ശരിയല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ആയത്ത് കേട്ട മാത്രയിൽ സൈനബും അബ്ദുള്ളയും പിന്നെ ഇത് റസൂലുള്ളാഹിയിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ് എങ്കിൽ ഞാനത് സമ്മതിച്ചു എന്ന് പറയാം. അങ്ങനെ ചരിത്രത്തിൽ സെയ്ദിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും നൽകിയത് ഒരു ഖമീസ്, പിന്നെ ഒരു ഇസാർ, പിന്നെ ഒരു ഖിമാർ, പിന്നെ ഒരു മിൽഹഫ മൂടുപടം, പിന്നെ 10 ദീനാർ. 10 ദീനാർ വലിയ സംഖ്യയാണ്. പിന്നെ 200 ദിർഹം, പിന്നെ 50 സാഅ് താം ഭക്ഷണം, പിന്നെ 30 സാഅ് തംറ്. ഇതൊക്കെ മഹറായിട്ട് കൊടുത്തായിരിക്കും സൈനബിന് വലിയ മഹറാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും നൽകുന്നത്. കാരണം പിന്നെ ഇവിടെ ഒരു അടിസ്ഥാന വിഷയമുണ്ട്. സെയ്ദാണ് പുതിയാപ്പിള. സെയ്ദ് എത്രയും മതിയിട്ടാണ് നമ്മളത് അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. അതില്ല എങ്കിൽ നമുക്ക് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ഏക സഹാബിയാണ്. ഇനി അടുത്ത ആയത്തിൽ അതാണ് നമുക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് സെയ്ദിൻ്റെ ചരിത്രം നമുക്ക് അവിടെ പറയാമെന്ന്. മഹാനാണ് സെയ്ദ് ബിൻ ഹാരിസ. അദ്ദേഹം സെയ്ദ് ബിൻ മുഹമ്മദായിരുന്നു പിന്നെ അലൈഹിസ്സലാം. അപ്പോൾ പിന്നെ സെയ്ദിനൊന്നും തൂക്കൊക്കൂല ഈ ദുനിയാവിൽ. ഒരു കാര്യവും ദുനിയാവിൽ തൂക്കൊക്കൂല സെയ്ദിനോട്. അങ്ങനെയുള്ളൊരു സെയ്ദ് തന്നെ മതി. പക്ഷേ ഇതൊത്രയും മഹർ കൊടുത്തിട്ട് എന്ത് ചെയ്ത് സൈനബ് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് മഹാനായ സഹാബിയാണ്. നോക്കിയാൽ നിങ്ങൾ ഇവർ റസൂലുള്ളാഹിനോട് തങ്ങളുടെ അനിഷ്ടം രേഖപ്പെടുത്തിയെങ്കിലും അള്ളാഹു അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? മുഅ്മിനത്ത് എന്നാണ് പറഞ്ഞത്. അതന്നെ അവർക്കുള്ള എന്താണ്? ഒരു തസ്കിയത്താണ്, സർട്ടിഫിക്കറ്റാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ഈ ഇവരുടെ സൈനബ് ബിൻത് ജഹ്ഷ്, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ഇതിൽ പിന്നെ ഹംന ബിൻത് ജഹ്ഷ്, അതേപോലെ തന്നെ ഉമ്മു ഹബീബ ബിൻത് ജഹ്ഷ് ഉണ്ടല്ലോ. ഇവരൊക്കെ ജഹ്ഷിൻ്റെ മക്കൾ. ഇവരെ ഒരു വിഷയത്തിൽ എപ്പോഴും നമ്മൾ ഫിഖ്ഹിൽ വായിക്കും. എന്താ ഇവർ വായിക്കപ്പെടുന്ന വിഷയം? ഇസ്തിഹാലത്തിൻ്റെ രക്തം. ഇവർ ഈ രക്തസ്രാവം ഉള്ള സ്ത്രീകളിൽപ്പെട്ടവരായിരുന്നു. ഇസ്തിഹാലത്തിൻ്റെ രക്തം രോഗമാണത്. അതുകൊണ്ടാണ് ഹംന ബിന്ത് ജഹ്ഷ്, അതേപോലെ തന്നെ ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ് ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് മഹദിയും സൈനബ് ബിന്ത് ജഹ്ഷിനും ആ വിഷയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇസ്തിഹാലത്തിൻ്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട സ്ത്രീകളായിരുന്നു.
അല്ല കുല്ലിൻ പിന്നെ ഈ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷാണ് ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു തആലാനോടൊപ്പം മിസ്അബ് റളിയല്ലാഹുവിനോടൊപ്പം വേറിട്ട് ഖബറിൽ കിടക്കുന്നത്. ഒരു 3 പേരുടെയും ഖബർ വേറിട്ടാണല്ലോ. അതിലൊരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. വലിയ മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല. ഇവരുടെ സഹോദരി ഹംന ബിൻത് ജഹ്ഷ്, മിസ്അബ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ. മിസ്അബ് ബിൻ ഉമൈർ കല്യാണം കഴിച്ചിരുന്നത് ഹംന ആണ്. അല്ല കുല്ലി പിന്നെ അവർ നിസ്ലാസലമാ തങ്ങളോട് തങ്ങളുടെ എതിര് പറഞ്ഞ് രേഖപ്പെടുത്തിയെങ്കിലും അവർ വലിയ സ്ഥാനമുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഅ്മിനത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഏതായാലും ഈ ആയത്തിറങ്ങിയതോടുകൂടി ഇവർ സമ്മതിക്കുകയാണ്. മനസ്സിലായോ ഈ വിവാഹത്തിന്? അങ്ങനെ ആ വിവാഹം മദീനയിൽ നടന്നു. സെയ്ദ് ദമ്പതികൾ ഉണ്ടല്ലോ, അവർ ദമ്പതികളായി വിശുദ്ധ മദീനയിൽ. ഈ ആയത്തിൽ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം ഖദ എന്ന് പറഞ്ഞാൽ വിധിച്ചാൽ, തീരുമാനിച്ചാൽ, ഇദാ ഹത്തമ അല്ലെങ്കിൽ അൽസമ എന്നാണ്. ഒരു കാര്യം പിന്നെ നിർബന്ധിച്ചാൽ, ഒരു കാര്യം നിർബന്ധിച്ചാൽ അനിവാര്യമാക്കിയാൽ എന്നാണ്. അപ്പോഴാണ് എന്തില്ലാത്തത്? ഖിയറത്തില്ലാത്തത്. പിന്നെ അത് അള്ളാഹ് എന്താണോ വിധിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ വിധിച്ചത്, തീരുമാനിച്ചുറപ്പിച്ചത്, അതായിരിക്കണം ഒരു മുഅ്മിനിൻ്റെ തീരുമാനം. അതിലാണ് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ തീരുമാനിച്ചത് അതാണ് തീരുമാനം. എന്നാൽ ചിലപ്പോൾ ചില മസലകളുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒരു ഇൽസാം, നിർബന്ധിപ്പിക്കലില്ല, ഒരു അനിവാര്യമാക്കലില്ല എങ്കിൽ അല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബരീറ മുഗീസ് ദമ്പതികളുടെ വിഷയം. ബരീറ മുഗീസ് നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ബരീറ മുഗീസ് ഭർത്താവാണ്, ബരീറ ഭാര്യ. രണ്ടാളും മൗലന്മാരായിരുന്നു. ബരീറക്ക് മോചനം നൽകി, സ്വാതന്ത്ര്യം നൽകി. ബരീറ സ്വതന്ത്രയായി. അപ്പോൾ ബരീറക്ക് പിന്നെ മുഗീസിനെ വേണ്ട. ഭർത്താക്കന്മാരാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാന മുഗീസുൻ അബ്ദൻ അസ്വദ, മുഗീസ് ഒരു കറുത്ത തൊലിപ്പുറമുള്ള ഒരു അടിമയായിരുന്നു. ബരീറ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് മുഗീസിനെ വേണ്ട. അപ്പോൾ പിന്നെ ഇബ്നു അബ്ബാസ് പറയാണ്, കഅന്നി അൻദുറു ഇലൈഹി യതൂഫു വറാഅഹ ഫി തുറുഖിൽ മദീനത്തി വനവാഹിഹ എന്നാണ്. ബരീറക്ക് ഇയാളെ വേണ്ട, പക്ഷേ ഇയാളാകട്ടെ ബരീറയെ പൂണ്ട് കഴിയാണ്. അയാൾക്ക് ബരീറ അല്ലാതെ വേറെ ആളെയും വേണ്ട. അങ്ങനെ ഇബ്നു അബ്ബാസ് പറയാണ്, കഅന്നി അൻദുറു ഇലൈഹി, ഈ മുഗീസിനെ കാണുന്നത് എങ്ങനെയെന്നറിയോ? യതൂഫു വറാഅഹ, ഇവരുടെ പിന്നാലെ നടക്കുകയാണ്. ഇവളെന്നല്ല, ഇവരുടെ പിന്നാലെ നടക്കുകയാണ്. യതൂഫു വറാഅഹ എവിടെ? ഫി തുറുഖിൽ മദീനത്തി, മദീനയുടെ വഴികളിൽ, വനവാഹിഹ, മദീനയുടെ ഓരങ്ങളിൽ. അപ്പം മദീനയുടെ വഴികളിലും മദീനയുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ മുഗീസ് ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, ഇദ്ദേഹത്തെ വേണ്ടെന്ന് പറഞ്ഞു, സഹാബിയാണ് റളിയല്ലാഹു അൻഹു, മുഗീസ് ഇവരെ പിന്നാലെ നടക്കുകയാണ്. ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം, തസീലു ദുമൂഉഹു അലാ ലിഹ്യതിഹി, മുഗീസിൻ്റെ താടിയിലൂടെ കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. യതറദ്ദാഹ ലിതഖ്താറഹു, യതറദ്ദാഹ എന്നാണ്, ബരീറയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, എങ്ങനെങ്കിലും ബരീറൻ്റെ മനസ്സൊന്ന് ചായാൻ വേണ്ടിയിട്ട് പെരും കരച്ചിലാണ്. ലിതഖ്താറഹു, ബരീറ ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് രണ്ടാളും റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ മുഗീസ് പറയാണ്, പിന്നെ യാ റസൂലല്ലാഹ് അലാ തശ്ഫഉലി, റസൂലെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ശുപാർശ പറയില്ലെന്ന്. ആരോട്? ബരീറയോട്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ശഫാഅത്ത് നിർവഹിക്കൂലേ പറയണം എന്ന് പറയാണ്. മുഗീസ് പറയാണ് ബരീറയ്ക്ക് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിയോട് നിങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യുമോ എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബരീറയോട്, യാ ബരീറ സൗജുക്കി
വ അബു ബനീക്ക്, ബരീറ നിങ്ങളുടെ ഭർത്താവാണ്. പിന്നെ പിന്നെ അബു ബനീക്ക് നിങ്ങളുടെ മക്കളുടെ വാപ്പയാണ്. അവർക്ക് മക്കളുമുണ്ട്. നിങ്ങളുടെ മക്കളുടെ വാപ്പയാണ്, നിങ്ങളുടെ ഭർത്താവാണ്. അതുകൊണ്ട് ബരീറയോട് പറയാണ് മുഗീസിൻ്റെ കൂടെ ജീവിക്കാൻ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഉടനെ ബരീറ, യാ റസൂലല്ലാഹ് അത്അ്മുറുനി, അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ? എന്താ ഇതാ വിഷയം. കൽപ്പിക്കുകയാണ് എങ്കിൽ എന്താ പറയ്. മാ കാന ലിൽ മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ എന്താ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത്അ്മുറുനി നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ മുഗീറിനോടൊത്ത് ജീവിക്കാൻ? അപ്പോൾ റസൂൽ ഉടനെ അല്ല കൽപ്പനയല്ല. ഇന്നമാ അന ഷാഫിഅ, എന്താ ഇന്നമാ അന ഷാഫിഅ, ഞാനൊരു ശുപാർശകൻ മാത്രമാണ്, ഒരിക്കലും കൽപ്പനയല്ല എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹിനോട് പറയണം, ബരീറ പറയണേ, ലാ ഹാജത ലീ ഫീ, ലാ ഹാജത ലീ ഫീ, എനിക്ക് ഒരാവശ്യം മൂപ്പര ഒരാവശ്യം എനിക്കില്ല എന്നറിയണം. ലാ ഹാജത ലീ ഫീ എന്ന് പറയണം. എന്നിട്ട് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഗീസിനോട് അവരും മൊഴിയെല്ലാം പറഞ്ഞ്, എന്നിട്ട് അവരോട് മൂന്ന് ആർത്തവകാലം ഇദ്ധരിക്കാനും പറഞ്ഞു ബരീറയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി അബ്ബാസിനോട് പറയണം, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയണം, പിന്നെ അമാ തറ മിൻ ഹുബ്ബി മുഗീസിൻ ബരീറത വബുഗ്ദഹ ഇയാഹു. അബ്ബാസ്, മുഗീസിന് ബരീറയോടുള്ള സ്നേഹം കണ്ടില്ലേ, ബരീറക്ക് മുഗീസിനോടുള്ള വെറുപ്പും കണ്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ച് പറഞ്ഞതാണ്. കാരണം മദീനത്ത് കൂടി ഇങ്ങനെ കരഞ്ഞ് നടക്കുകയാണെന്ന്, അതിൻ്റെ വഴികളിൽ, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ. ഒരാൾക്കൊരാളോട് ഉള്ള സ്നേഹം അത് മനസ്സിൽ നട്ടാൽ ഭയങ്കര ഒരു പ്രശ്നമല്ലേ. അത് മറ്റേ ആൾ വൺ വേ ആകുമ്പോൾ അത് നട്ടിട്ടാണ് കല്യാണം വേണ്ടത്. പക്ഷേ ശരയിയായിട്ടുള്ള നടലായിരിക്കണം എന്ന് മാത്രം. വെറുപ്പുള്ളൊരു പെണ്ണിനെ എങ്ങനെ പോയി കെട്ടണ്? ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കെട്ടേണ്ടത്. പക്ഷെ അത് ശരയിയായിട്ട് കാണേണ്ട രീതിയിൽ കണ്ട് ഇതായിട്ട്, അല്ലാതെ ഇങ്ങനെ ഈ മരഞ്ചുറ്റി പ്രേമുണ്ടല്ലോ ആ മസാല അല്ലാതെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം. അല്ലാതെ കല്യാണം പാടില്ലല്ലോ. പിന്നെ ബരീറ സ്വതന്ത്രയായി. അതിനുശേഷം അവർ അവർ വിവാഹിതയായിട്ടുണ്ട്. എന്തായാലും അവർ സ്വതന്ത്രയായി. ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ് അവരെ മോചിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹുവിൻ്റെ കീഴിലുള്ള അടിമ സ്ത്രീ ആയിരുന്നു ഈ ബരീറ. കുറേ ചരിത്രങ്ങളുള്ള മഹദിയാണ്. എന്തായാലും ഇവിടെ വിഷയം ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇദാ ഖദ അനിവാര്യമാക്കിയത്, നിർബന്ധമാക്കിയത്, അതാണ് ഖീറത്തില്ലാത്തത്. അതേസമയം അതല്ലാത്ത വിഷയങ്ങൾ, ഇപ്പോൾ അതിന് ഉദാഹരണമാണിത്. വിവാഹത്തിൻ്റെ വിഷയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അത്അ്മുറുനി, അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ? ഖലാസ്, അതിലെന്തില്ല, വേറെ തിരഞ്ഞെടുപ്പ് സ്വന്തമല്ല, ഞാൻ മുഗീസിനോടത്ത് ജീവിക്കും. അപ്പോൾ റസൂൽ പറയല്ല, ഇന്നമാ അന ഷാഫിഅ, ഞാനൊരു ശുപാർശകൻ മാത്രമാണ്. അപ്പോൾ പറയണം, ലാ ഹാജത ലീ ഫീ, എനിക്ക് വേണ്ട, യാതൊരു ആവശ്യമല്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് 3 ആർത്തവകാലം ഇദ്ധരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ വേർപിരിക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു മസല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. നമുക്ക് അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലവരും എതിര് പ്രവർത്തിച്ചാൽ അവൻ വ്യക്തമായ ളല്ല ളലാലൻ മുബീന, ളലാലൻ ബയ്യീന എന്നാ. ഈ ആയത്തും അടുത്ത ആയത്തൊക്കെ ഒരേ വിഷയങ്ങളിലാണ് പോണത്. അടുത്ത ആയത്തിലാണ് ഇനി സൈനബ് ദമ്പതികളുടെ വിവാഹം അത് ഒരു മംഗളമായി കലാശിച്ചില്ല, അത് ഒരു നിക്കാഹായി തുടർന്നില്ല. പിന്നെയോ അതൊരു വിവാഹമോചനത്തിൽ കലാശിച്ചു. പിന്നീട് സൈനബ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഉണർത്താം. ജുലൈബിബിൻ്റെ സംഭവവും ഇതിൻ്റെ ചില മസാലകളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ